ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗൗരിമോളുടെ സർജറി ആയിരിക്കുകയാണ്. എല്ലാവരും ഗൗരിയെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഗൗരിക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഗൗരി. അർച്ചനയും ഗോകുലും കൂടി ഓരോന്ന് പറഞ്ഞ് വീണ്ടും സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഗൗരിമോൾക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ മയക്കത്തിലേക്ക് പോവുകയാണ് ഗൗരി. ഇതേ സമയം തന്നെ സച്ചിയെ കാണിക്കുന്നു. സച്ചി ഇപ്പോൾ അമ്പലത്തിൽ വന്ന് ഗൗരിമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തിരുമേനി ഇപ്പോൾ പ്രസാദം കൊണ്ട് സച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് മോളുടെ നെറ്റിയിൽ തൊട്ടാൽ മോൾക്ക് അസുഖത്തിന് ഒരു ശാന്തി ലഭിക്കുമെന്ന്. അങ്ങനെ ഇപ്പോൾ സച്ചി അതും കൊണ്ട് വളരെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഗൗരിയെ ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയം പെട്ടെന്ന് തന്നെ സച്ചി വന്ന് മോൾക്ക് പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട്. അർച്ചനയും ഗോകുലും എല്ലാം ഇത് കണ്ട് വളരെയധികം ടെൻഷനോടെ സച്ചിയെ നോക്കുകയാണ്. മോൾക്ക് പ്രസാദവും തൊട്ട് കൊടുത്ത് മോളുടെ കവളത്തൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട് സച്ചി ഇപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന്. ഇത് കണ്ടിപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അളിയൻ പൊക്കോ എന്ന് പറഞ്ഞ് രാജീവിനെ ഗോകുലിനെ പറഞ്ഞു വിടുകയാണ് രാജീവ്. സച്ചി പുറകെ പോകാൻ തുടങ്ങുമ്പോൾ രാജീവ് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവകാശ തർക്കത്തിനുള്ള സമയമല്ലിത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യേണ്ടത്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചു, അവളെ കാണാൻ വന്നു, അവളുടെ നെറ്റിയിൽ ഈ പ്രസാദം ചാർത്തി, അത്രയും മതി, ഇനി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. സച്ചി ഇനി ഇതിലേക്ക് കയറരുത് എന്ന് രാജീവ് പറയുമ്പോൾ, ഇല്ല സാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ നിന്ന് പോകില്ല. എൻ്റെ മോളുടെ സർജറി കഴിഞ്ഞ് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. സാറ് പറഞ്ഞതുപോലെ ഒരു അവകാശത്തിനോ തർക്കത്തിനോ ഞാൻ വരില്ല. പക്ഷേ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് വിചാരിക്കരുത്. ഇത് കേട്ട് രാജീവ് പറഞ്ഞുകൊണ്ട്, തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊരു ഹോസ്പിറ്റലായിപ്പോയി. തന്നെ ഞാനിവിടെ നിൽക്കാൻ സമ്മതിക്കാം, പക്ഷേ താൻ കാരണം ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. ഇത് കേട്ട് സച്ചി പറയുന്നില്ല സാർ, ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാനിവിടെ എവിടെയെങ്കിലും നിന്നോളാം. അങ്ങനെ സച്ചി ഇപ്പോൾ രാജീവിൻ്റെ കയ്യിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ്, സാറേ ഞാനിവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ രാജീവ് സമ്മതം മൂളുകയാണ്. ശേഷം കാണിക്കുന്നത് ഗൗരിയെ ഇപ്പോൾ സർജറി ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും പുറത്ത് വളരെയധികം ടെൻഷനോടെയും പ്രാർത്ഥനയോടെയും നിൽക്കുകയാണ്. തൽക്കാലം അയാൾ അവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് ഗോകുലിനോട് പറഞ്ഞിരിക്കുകയാണ് രാജീവ്. ഇയാളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ശോഭന ഇപ്പോൾ ശിശിരോട് ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാം, ഇയാളുടെ ഭ്രാന്ത് ഇതുവരെ മാറിയില്ലേ എന്ന് ശിശിരയും പറയുന്നുണ്ട്. ഈ സമയം ഇവിടേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, കുട്ടിയുടെ ഫാദറും മദറും ഇതിൽ സൈൻ ചെയ്യണം, സർജറിക്കുള്ള സമ്മതപത്രമാണെന്ന് പറയുന്നു. സച്ചിക്ക് അതിൽ സൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്നാൽ ഗോകുലാണ് സൈൻ ചെയ്യുന്നത്. അർച്ചനയും അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. അർച്ചന സൈൻ ചെയ്യുന്ന സമയത്തും ഇടയ്ക്ക് സച്ചി ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, എനിക്ക് അവളെ തിരിച്ചു തരണമെന്ന് ഗോകുൽ പറയുന്നുണ്ട് ഡോക്ടറോട്. ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ ധൈര്യമായിരിക്കും, അവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് ഡോക്ടർ അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും വളരെയധികം പ്രാർത്ഥനയോടെ തന്നെ നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ അടുത്തേക്ക് ഇപ്പോൾ സന്ദീപ് വന്നിട്ടുണ്ട്. അങ്ങനെ സന്ദീപിനെ ഇപ്പോൾ വക്കീൽ പുറത്തിറക്കിയിട്ടുണ്ട്. മൂർത്തി എവിടെയെന്ന് അവന്തിക ചോദിക്കുന്നു. വക്കീൽ പറയുന്നുണ്ട്, അയാൾ വീണ്ടും പോലീസ് കസ്റ്റഡിയിലായി എന്ന്. ഞങ്ങൾ ജാമ്യമെടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ രാജീവ് വീണ്ടും പോലീസ് ജീപ്പുമായി വന്ന് അയാൾ ഷോ കാണിച്ച് വണ്ടിയിൽ നിന്ന് ബലമായി മൂർത്തിയെ കൊണ്ടുപോയി. ജാമ്യം കിട്ടിയെങ്കിൽ പിന്നെ എന്തിനാണ് മൂർത്തിയെ വീണ്ടും കൊണ്ടുപോയത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, രാജീവിനെ വെട്ടിനുറുക്കിയ കേസില്ലേ, ആ കേസിൽ ചോദ്യം ചെയ്യാനാണ് മൂർത്തിയെ കൊണ്ടുപോയത് എന്ന് സന്ദീപ് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഡം, അയാൾ മേഡത്തെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണ്. ആ സുഗതൻ മേനോൻ്റെ പിന്നിലും അയാൾ തന്നെയാണോ എന്ന് എനിക്ക് ബലമായി സംശയമുണ്ട് എന്ന് വക്കീൽ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ മൂർത്തിയെ ജാമ്യത്തിൽ ഇറക്കണം. ഒരു ദിവസം പോലും പോലീസ് കസ്റ്റഡിയിലോ റിമാൻഡിലാകാൻ പാടില്ല. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, വക്കീലിനോട് ജാമ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, രാജീവിനെ വിശ്വസിക്കാൻ കഴിയില്ല. എന്നെ കൊടുക്കാനുള്ള എന്തോ ട്രാപ്പാണ് അയാൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അയാളുടെ ഇര ഞാനാണ്. അതിനുവേണ്ടി മുൻകൂർ ജാമ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും വക്കീലിനോട് അവന്തിക പറയുന്നു. എന്നിട്ട് അവന്തിക സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ട്, സന്ദീപ്, എന്തെങ്കിലും കാരണവശാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത്. ഒന്നും സംഭവിക്കാതെ എൻ്റെ മകളെ നോക്കിക്കോണം എന്ന് പറയുന്നു. ഇത് കേട്ട് സന്ദീപ് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ ചിപ്പിമോളെ നോക്കിക്കോളാം. ഉടനെ അവന്തിക പറയുന്നു, ഒരു ക്രിമിനൽ പോലീസിൻ്റെ എല്ലാ ബുദ്ധിയും രാജീവ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. സോറി എന്ന് വക്കീൽ പറയുന്നു. അവന്തികയുടെ യഥാർത്ഥ മുഖം രാജീവ് കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് മരണക്കളിയായിരിക്കും എന്ന് അവന്തിക പറയുമ്പോൾ, എന്നാലും ആ അമ്മായിയും മോളെയും വെറുതെ വിട്ടത് കഷ്ടമായി പോയി എന്ന് വക്കീൽ പറയുന്നു. ഞാൻ കെട്ടിയ വേലിക്കപ്പുറം അവർ പോകാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ സുഗതൻ മേനോൻ എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തി അയാളെ കോടതിയിൽ എത്തുന്നത് തടയണം എന്ന് അവന്തിക പറയുമ്പോൾ, പേടിക്കണ്ട, സുഗതൻ മേനോൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമുണ്ടാക്കിക്കോളാം എന്ന് സന്ദീപ് പറയുന്നു. എൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടാലും ആ രണ്ടെണ്ണത്തിൻ്റെ കാര്യം ഞാൻ വെറുതെ വിടില്ല. ഒരു സുഗതൻ മേനോൻ, അവരുടെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. അമ്മാവനുമായി അയാൾക്ക് അടുത്ത ബന്ധമുണ്ട്, അല്ലാതെ വെറുമൊരു സുഹൃത്ത് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടില്ല എന്നും പറയുന്നു.
എന്നൊക്കെ അവന്തിക പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് സന്ദീപിനോട്, സന്ദീപേ, ആ സുഗതൻ മേനോൻ രക്ഷപ്പെടരുത്, അയാളെ കെട്ടിപ്പൊട്ടി എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് കേട്ട് സന്ദീപ് പറയുന്നു, എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാനിത് ചെയ്തിരിക്കും, സുഗതൻ മേനോനെ ഏട്ടത്തിയുടെ കാൽക്കീഴിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും എന്ന് സന്ദീപ് പറയുന്നുണ്ട്. അമ്മാവൻ്റെ ചില പഴയ ഡോക്യുമെൻറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ സുഗതൻ മേനോൻ്റെ വേരുകൾ അവിടെ ഇവിടെയൊക്കെ ഒരുക്കി കിടപ്പുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ അവന്തിക പറയുന്നു. ശേഷം ഇപ്പോൾ ഗൗരിയുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പുറത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. ഇതേ സമയം വീണ്ടും അവന്തികയാണ് കാണിക്കുന്നത്. അവന്തികയാണെങ്കിൽ വളരെ ധൃതിയോടെ തന്നെ ഒരു ഫയലൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. കുറേ ഫയലുകളെല്ലാം മാറി മാറി നോക്കുന്നു. എന്തോ ഒരു ഡോക്യുമെൻറ്റ്സ് ആണ് നോക്കുന്നത്. അവസാനം അങ്ങനെ ഒരു ഫയലിൽ നിന്നും ആ ഡോക്യുമെൻറ്റ്സ് കിട്ടി. വളരെയധികം സന്തോഷത്തോടെ ആ ഫയലിലേക്ക് നോക്കുകയാണ് അവന്തിക. ശേഷം വീണ്ടും ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ബ്ലഡിൻ്റെ കാര്യം അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. വേഗം തന്നെ ആരെങ്കിലും ബ്ലഡ് ബാങ്കിൽ പോയി ബ്ലഡ് കൊണ്ടുവരണമെന്ന് സിസ്റ്റർ പറയുന്നു. ഞാൻ പോയിക്കൊള്ളാം എന്ന് രാജീവ് പറയുന്നുണ്ട്. ബ്ലഡ് ബാങ്കിൽ ഈ ഗ്രൂപ്പ് വേറെയില്ല, അടിയന്തരമായി ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്നും സിസ്റ്റർ പറയുന്നുണ്ട്. മോൾക്ക് എങ്ങനെയുണ്ട് സിസ്റ്റർ എന്ന് അർച്ചന സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാറായിട്ടില്ല, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സിസ്റ്റർ അർച്ചനയോട് പറഞ്ഞു. എൻ്റെ മോള് എന്ന് പറഞ്ഞ് ഇപ്പോൾ കരയുന്നുണ്ട് അർച്ചന. നമ്മുടെ മോൾക്കൊന്നും സംഭവിക്കില്ല, അവൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഗോകുൽ അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിയും ഇതുപോലെ തന്നെ കണ്ണുനീര് തുടച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ സുഗതൻ മേനോനാണെങ്കിൽ സുഗതൻ മേനോനെ അന്വേഷിച്ച് പോലീസ് വേഷത്തിൽ ഒരാൾ എത്തിയിരിക്കുകയാണ്. രാജീവ് സാർ പറഞ്ഞു വിട്ടതാണ്, താങ്കളെ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു എന്ന് അയാൾ പറയുമ്പോൾ ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് സുഗതൻ മേനോൻ പറയുന്നുണ്ട്. വേണ്ട, സാറിനെ വിളിക്കേണ്ട, സാറ് ഹോസ്പിറ്റലാണ് എന്ന് ആ പോലീസുകാരൻ പറയുമ്പോൾ എന്ത് പറ്റി എന്ന് സുഗതൻ മേനോൻ ചോദിക്കുന്നുണ്ട്. സാറിൻ്റെ അളിയൻ്റെ മോൾക്കൊരു സർജറി, താങ്കൾ വേഗം തന്നെ വരണമെന്ന് പോലീസ് പറയുന്നു. ഞാൻ റെഡിയായി വരാമെന്ന് പറഞ്ഞ് സുഗതൻ മേനോൻ ഇപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട്. സുഗതൻ മേനോൻ ഇപ്പോൾ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുന്നത് സന്ദീപ് പറഞ്ഞുവിട്ട ആളായിരുന്നു. അവന്തികയുടെ ആളുകൾ എല്ലാവരും തന്നെ അവിടെയുണ്ട്. സന്ദീപ് കാറുമായി പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ശേഷം കാണിക്കുന്ന രാജീവിനെയാണ്. രാജീവ് ഇപ്പോൾ ഗൂഗിളിനോട് പറയുന്നുണ്ട്, അളിയെ പേടിക്കേണ്ട, ബ്ലഡിൻ്റെ കാര്യമൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, സമയം ഒരുപാടായല്ലോ, ഡോക്ടേഴ്സ് ഇതുവരെ ഒന്നും പറയുന്നില്ലോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ടെൻഷനോടെ ഗൂഗിളിനോട് ചോദിക്കുന്നു. സർജറി കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് ഗൂഗിളും പറയുന്നുണ്ട്. ഈ സമയം ഡോക്ടർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ, എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്, കണ്ണ് തുറന്നോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഡോക്ടറിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ഡോക്ടർ പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ ഒന്ന് കേൾക്ക് എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും വളരെയധികം ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.